ഇപ്പോൾ ഈ സമയത്ത് ലോക കേരള സഭ എന്നുള്ള പേരിൽ പ്രവാസികൾക്ക് ഒരു പ്രയോജനവും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ 3 കോടി ഔപചാരികമായിട്ടുള്ള കണക്ക്, കാരണം ഈ കേരളീയത്തിൻ്റെ കണക്ക് നമ്മൾ പിന്നീട് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞതാണ്. കൃത്യമായിട്ട് പറയുന്ന കണക്കും പിന്നീട് ചിലവാകുന്ന കണക്കും തമ്മിൽ ഉള്ള വ്യത്യാസം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് മരണസ്ഥലത്ത് എത്തുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നാണ്. അങ്ങനെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അത് പ്രകടിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഇതൊക്കെ മാറ്റിവെച്ച് മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് ഈ തിരുവനന്തപുരത്ത് 2 പ്രവാസികൾ ഇന്നലെ മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ശവസംസ്കാരം ഇന്നലെ വൈകുന്നേരമായിരുന്നു. ആ സ്ഥലത്താണ് മുഖ്യമന്ത്രി സമയം ചെലവഴിക്കേണ്ടിയിരുന്നത്. അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ചെലവഴിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് കൃതജ്ഞത കാണിച്ചില്ല എന്നുള്ളതിൻ്റെ കാരണമായിട്ട് ഉള്ള കാര്യം കുവൈറ്റിലേക്ക് ഒരു മന്ത്രി അയക്കാൻ തീരുമാനിച്ചു. മന്ത്രിക്ക് പോകാൻ അനുമതി കൊടുത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മന്ത്രി കുവൈറ്റിൽ പോയിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്? മന്ത്രി അവിടെ പോകാൻ, അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ ഏതാണ്ട് തിരിച്ചു വരാൻ, അവരുടെ മൃതദേഹങ്ങൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അവിടെ ചെന്ന് അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരുന്നു. പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഞങ്ങളെല്ലാം ചെയ്തു, നിങ്ങളെന്തിനു പോകുന്നു എന്ന് ചിലർ ചോദിച്ചു. ഇതാണ് ആരായി ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള ഭാഷ അത് പിണറായി വിജയൻ്റെ ഭാഷയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഷയല്ല. കേന്ദ്ര സർക്കാർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ളതാണ് ഇന്ത്യ. അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങളും, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളും എന്ന് കേന്ദ്ര സർക്കാർ ഒരു കാലത്തും നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നലെ 45 പേരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നപ്പോൾ 24 പേരുടെ മൃതദേഹങ്ങൾ, 31 പേരുടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ വിമാനത്താവളത്തിൽ ഇറക്കി. ബാക്കിയുള്ള മൃതദേഹങ്ങളുമായിട്ട് ആ വിമാനം ഡൽഹിയിലേക്ക് പോയപ്പോൾ കുവൈറ്റിൽ നിന്ന് വിദേശകാര്യ സഹമന്ത്രി ആ വിമാനത്തിൽ തന്നെ യാത്ര ചെയ്തു വന്നു, കൊച്ചിയിലിറങ്ങി, എല്ലാ പരിപാടികളിലും പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഡൽഹിയിലേക്കുള്ള യാത്രയിൽ പോയി. അതുകൊണ്ട് ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള പ്രയോഗം തന്നെ കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ള ഒരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയൻ്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ എന്നെനിക്ക് സംശയമുണ്ട്. കേന്ദ്ര സർക്കാരിന് ഞങ്ങളും നിങ്ങളും എന്നുള്ള വേർതിരിവില്ല. കേരളത്തിലിരുന്നിട്ട് ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഒരാഴ്ചക്കകമെങ്കിലും പിണറായി വിജയൻ ഓർമ്മയുണ്ടാവേണ്ടതായിരുന്നു. അതുണ്ടാകാതെ സാന്നിധ്യം അറിയിക്കുക, ആശ്വസിപ്പിക്കുക എന്നുള്ളത് നാടിൻ്റെ സംസ്കാരമാണെന്ന് പറയുന്ന ആളുകൾ ഇന്നലെ സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി എന്താ ഈ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുമ്പോൾ, അവരുടെ ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ പോകാതിരുന്നത്? സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി പോകേണ്ടിയിരുന്നത് കുവൈറ്റിലല്ല, ഈ നാട്ടിലെ അവരുടെ ബന്ധുക്കളുടെ കൂടെയാണ്, അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ്, അവരുടെ സുഹൃത്തുക്കളുടെ, നാട്ടുകാരുടെ, അവരെയാണ് സാന്നിധ്യം അറിയിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും പോകേണ്ടിയിരുന്നത്.